ബഹുമാനപ്പെട്ട തോമസ് മേൽപ്പെട്ടച്ഛനാണ്. അത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് കരങ്ങളടിച്ച് നമുക്ക് സ്വീകരിക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് നമുക്ക് അങ്ങനെ സ്വീകരിക്കാം. നാട് കരങ്ങളടിക്കാം, നാട് കരങ്ങളടിച്ച്
വചനം ഓ പരിത്രാണ സ്നേഹം വചനം ഓ പരിഹാരയാഗം വചനം. ഈ പരിപാടിയിലെ പ്രധാന അതിഥികളായ ജിനു അച്ഛനെയും മേൽവട്ടം അച്ഛനെയും ഹെഡ് മാസ്റ്ററിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ട അച്ഛൻ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിനു അച്ഛൻ, PTA പ്രസിഡന്റ് സുനിൽ കുഴിഞ്ഞാലി, നമ്മുടെ സൺഡേ സ്കൂളിന്റെ ലീഡർ ജെവിൻ മണമ്പത്തോട്ട്, നമ്മുടെ ബ്രദർ ഫ്രെഡി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ, ബഹുമാനപ്പെട്ട PTA ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറെ സ്നേഹം പറഞ്ഞ കുഞ്ഞു കൂട്ടുകാരെ, സൺഡേ സ്കൂൾ കുട്ടികളെ, തുക്രാൻ തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞാൻ നേരുകയാണ്. നമ്മൾ നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മനോഹരമായ രീതിയിൽ നമ്മൾ കൊണ്ടാടിയിരുന്നു. ഈ ഭാരതത്തിന്റെ അപ്പസ്തോലൻ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ നല്ല ഒരു പാരമ്പര്യം നമുക്ക് കൈമുതലായിട്ടുണ്ട്. സുറിയാനി സഭാ മക്കൾ നിലയ്ക്ക് നമുക്കതിന് അഭിമാനിക്കാം. നമ്മുടെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ 2000 വർഷത്തെ പാരമ്പര്യം അഭിമാനിക്കുന്ന ഈ വിശുദ്ധരുടെ ആണ് കേരളത്തിലും ഭാരതത്തിലും സീറോ മലബാർ സഭ വളർന്നതും ശക്തി പ്രാപിച്ചതും അഭിവൃദ്ധിപ്പെട്ടതും അനേക ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതും. ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ തീഷ്ണത കൈമോശം വന്നു പോയോ എന്ന് നമുക്ക് പുനഃ ചിന്തിക്കേണ്ടതുണ്ട്. ഇരുപത് വർഷക്കാലത്തോളം AD 52 ഇവിടെ വന്ന് സുവിശേഷ പ്രഘോഷം നടത്തി അന്ധകാരത്തിൽ കഴിയുന്ന ഈ ജനതയെ ക്രിസ്തുവിന്റെ പ്രകാശം കാണിച്ചു കൊടുത്ത ഈ ധീര രക്ഷസാക്ഷി നമുക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിന്റെ തീഷ്ണത, വിശ്വാസത്തിന്റെ പ്രോത്സാഹനമായ അനുഭവങ്ങൾ, അത് ധീരോചിതം കൈമാറ്റം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ആധുനിക യുഗത്തില് നൂറ്റാണ്ടില് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം ഡോക്ടർ തോമസ് മേൽവട്ട, ഹെഡ് മാസ്റ്റർ ബിജു സാറെ, PTA പ്രസിഡന്റ് സുനിൽ സാർ, സുനിച്ചക്ക, ജയ്ബി മുടപ്പാറോട്ടം, പ്രിയപ്പെട്ട മാതൃതകന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി ദുഃഖാലിയുടെ അനുസ്മരണം നമ്മൾ കൊണ്ടാടുകയാണ്. ജൂലൈ 3-ാം തീയതി നമ്മൾ ദേവാലയത്തിലെ കർമ്മങ്ങൾക്കിടയിൽ തോമാശ്ലീഹയെക്കുറിച്ച്, തോമാശ്ലീഹ ഇന്നിന്റെ കാലഘട്ടത്തിൽ നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് അനുസ്മരിച്ചു. ഇന്ന് വിവിധ സംഘടനകൾ, പ്രത്യേകമായിട്ട് വിഷു ലീഗിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന തോമാശ്ലീഹ അനുസ്മരണം, ദുഃഖാന തിരുനാൾ ആഘോഷമാണ് കൊണ്ടാടുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ കുട്ടികളുടെ സർവോന്മുഖമായ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നുണ്ട്. കുട്ടികളെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഒരു നിശ്ചിത ദിവസം നൽകുകയും അവരുടെ നിശ്ചയിക്കപ്പെട്ട ദിവസം ആ കുട്ടികൾ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള എല്ലാ 3 ഗ്രൂപ്പിനെയും ഒരുമിച്ച് ചേർത്ത് തുക്രാന തിരുനാൾ ദിവസം നമ്മൾ ഇവിടെ തോമാശ്ലീഹയുടെ ദീപ്തമായ സ്മരണകളെ അനുസ്മരിച്ചുകൊണ്ട് തോമാശ്ലീഹ നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥനാപൂർവം മനസ്സിരുത്തി
തലശ്ശേരി അതിരൂപത സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം 20-21 തീയതികളിൽ മെഗാ ഫെസ്റ്റായി കൊയിനോണി എന്ന പേരിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചത്തെ വേദപാഠ ക്ലാസ്സുകളിൽ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പഠിച്ച വിശ്വാസത്തെ കലയിലൂടെയും ബന്ധങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും മറ്റുള്ള മുമ്പിൽ പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് നൽകുക. ഈ ഒരു ആഘോഷത്തിന് നമുക്കൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ്. തോമസ് അച്ഛൻ എനിക്ക് ഏറ്റവും മൂത്തൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. തോമസ് അച്ഛനും തോമസ് അച്ഛന്റെ കുടുംബവും എല്ലാം തന്നെ ഒരുപക്ഷെ സെമിനാരിയിൽ തന്നെ തോമസ് അച്ഛന്റെ ജ്യേഷ്ഠനെ അനുജനെ എനിക്ക് പരിചയമുണ്ട്. തുടർന്ന് ഞങ്ങൾ തലശ്ശേരി അതിരൂപതയിലായിരിക്കുമ്പോൾ തന്നെ സഹവൈദികർ എന്നതിലേക്ക് അപ്പുറത്തേക്ക് തോമസ് അച്ഛന്റെ പെരുമാറ്റത്തെ ഇടപെടുത്തി ഞാൻ ഒത്തിരി വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കാറുണ്ട്. ദൈവാനുഗ്രഹം പോലെ 3 വർഷക്കാലം അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. ചിത്തേരി വിമൽ ജ്യോതി കോളേജുകളുടെ ചെയർമാനായിട്ട് അദ്ദേഹം 3 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഏത് ഉന്നതമായ പദവി കിട്ടുമ്പോഴും ഏറ്റവും ലളിതമായി മനുഷ്യരോട് ഇടപെടാനും സഹാതാത്മ-ആർദ്രമായ ഇടപെടലോട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈസ് ചാൻസലറായും സീറോ മലബാർ സഭ കാത്തലിക് കമ്മീഷണർ സെക്രട്ടറിയായും വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാനായും പൈസക്കരി ദേവമാതാ കൊറോണ ചർച്ച് വികാരിയായും അതിരൂപത മതബോധന ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ വിണ്ണരിക്കുണ്ട് മൈനർ സെമിനാരിയുടെ ആധ്യാത്മിക പിതാവായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ തോമസ് നെയ്യോട്ടത്തെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ജിനുവച്ചന്റെ ജൂബിലി വർഷമാണിത്. അപ്പൊ ജൂബിലി തിരിയാണ് തോമസ് അച്ഛനും 2 തോമസ് അച്ഛനും കത്തിക്കുന്നത്. അതുപോലെ തന്നെ 2 അച്ഛന്മാരുടെ ഫീസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഫീസ്റ്റിന്റെയും ജിനുവച്ചന്റെ ജൂബിലിയുടെ തിരി ഒരുമിച്ച് കത്തിക്കുന്നു. നമുക്ക് ജൂബിലി സോങ് കേൾക്കാം. പ്രിൻസിപ്പൽ നിലയിൽ, ഒപ്പം വെമ്പുവ പള്ളിയുടെ വികാരി എന്ന നിലയിൽ അച്ഛനത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എനിക്ക് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നത്, കാരണം നിങ്ങളുടെ വികാരത്തിന്റെ ജൂബിലി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തത് സന്തോഷത്തിൽ. അപ്പം നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട വികാരിച്ചിന് ജൂബിലിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. നമുക്കൊന്ന് എഴുതാൻ കഴിയിട്ടുണ്ട്. കയ്യേടി പോരാ. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഇരിക്കുമ്പോൾ വികാരത്തോട് ചോദിച്ചു, നമ്മുടെ സെമിനാരിയിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇടവകയിലെ അച്ഛനൊക്കെ അറിയാം. ഞാൻ പുത്തൻ കുർബാന സ്വീകരിച്ചിട്ട് 34 വർഷം കൂടാകാൻ പോകും. അന്ന് പുത്തൻ കുർബാന സ്വീകരിച്ച് പിറ്റേ ദിവസത്തെ കുർബാന ഞാൻ ഈ വെമ്പുവപ്പള്ളിയിൽ ചെല്ലും തന്നെ. അപ്പൊ ഈ വെമ്പുവായുള്ള ഒരു കണക്ഷനാണ്. കാരണം നമ്മുടെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇടവക, പഴയ ഒത്തിരി അച്ഛന്മാരുണ്ടായിരുന്ന ഇടവക. അപ്പോൾ ഇപ്പൊ ഞാൻ തലശ്ശേരി രൂപതയുടെ മൈനർ സെമിനാരിയായിട്ടുള്ള വെള്ളരിക്കുണ്ടില് മൈനർ സെമിനാർ റെക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയും. അപ്പൊ ഈ വരവ് കൊണ്ട് എനിക്ക് 2 പിള്ളേരെങ്കിലും സെമിനാരിലേക്ക് തരണം. 2 പിള്ളേരെങ്കിലും മഠത്തിലേക്ക് പോകണം. ഞാനീ പോകുന്നതല്ല ഈ പാവലക്ഷത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് 10ലും 9ലും 10ലും പഠിക്കുന്ന പിള്ളേരെ, 11ലും 12ലും പഠിക്കുന്ന പിള്ളേരെ ഒക്കെ ഓർക്കുക, നല്ല ജിനോസിനെ പോലെയുള്ള നല്ല അച്ഛന്മാരുണ്ടാകണമെങ്കിൽ ഇടവകയിൽ നല്ല അച്ഛന്മാരുണ്ടാകണം. നമ്മുടെ സിസ്റ്റർമാരെ പോലെയുള്ള സിസ്റ്റർമാരുണ്ടാകണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് സിസ്റ്റർമാരുണ്ടാകണം. നമുക്കിങ്ങനെ കുറച്ച് പാരമ്പര്യമൊക്കെ ഉള്ളതാണ് ഇടവകയിൽ. ആ പാരമ്പര്യങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മുടങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ഈ വീടിലേക്ക് ആകർഷിക്കട്ടെ എന്നാണ് എന്റെ ആദ്യത്തെ ആശംസ. എന്താണ് ആശംസ? കർത്താവ് നിങ്ങളെ വൈദിക സന്യാസിനി ജീവിതങ്ങളിലേക്ക് ആകർഷിക്കട്ടെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട നമുക്കറിയാം, തോമാശ്രീയായുടെ ബഹുറാന തിരുനാൾ എന്ന് പറഞ്ഞാൽ ഓർമ്മ തിരുനാളാണ്.
തോമാശ്ലീഹയെ ഓർക്കുന്ന ദിവസമാണ്, ഓർമ്മ കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ബുധനാഴ്ച പെരുന്നാളിൽ അന്ന് ഞാൻ മൈനസിനാലിലെ പ്രദേശത്തോട് പറഞ്ഞ സന്ദേശം പെട്ടെന്ന് മനസ്സിലാണ്. ആ സന്ദേശപ്രകാരമാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം തോമാശ്ലീഹ വിശുദ്ധനായ വ്യക്തിയാണ് അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ സഭയിലെ പിതാവായിട്ടുള്ള 12 അപ്പോസ്തലന്മാരൊരാളായിട്ടുള്ള ഏറ്റവും ധീരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് തോമാശ്ലീഹ. ആ തോമാശ്ലീഹയുടെ സ്വന്തം മക്കളാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായിട്ടുള്ളത്. ഈ ദ്വീപിൽ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങി. പക്ഷേ സ്നേഹത്തിന് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന വാർത്ത വന്നപ്പോൾ തന്നെ വിശ്വാസം അവിടെ ഒരു കൂടി രക്ഷപ്പെട്ടു. പൊങ്ങച്ചം തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഞ്ചിയെല്ലാം റെഡിയാക്കി പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ സ്നേഹം ചോദിച്ചു പൊങ്ങച്ചത്തിനോട്, എനിക്ക് നിന്റെ വള്ളത്തിലൊരു ഇടം തരും. അന്നേരം പൊങ്ങച്ചൻ പറഞ്ഞു, നീ കയറിയ എന്റെ വഞ്ചി മുങ്ങിപ്പോകും, അതാണ് നിനക്ക് ഇടമില്ല എന്ന് പറഞ്ഞ് പൊങ്ങച്ചൻ പോയി. അവസാനമായി ഒരുങ്ങിക്കൊണ്ടിരുന്ന അസൂയോട് ചെന്ന് ചോദിച്ചു സ്നേഹം, അസൂയെ എനിക്ക് നിന്റെ വഞ്ചിയിൽ ഒരു ഇടം തരും. അന്നേരം അസൂയ പറഞ്ഞു, നിനക്കുള്ള ഇടം എന്റെ വഞ്ചിയില്ല, അതുപോലെ തന്നെ എനിക്ക് എന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാറുണ്ട്, അപ്പൊ അതിനുള്ള ഇടയില്ല എന്ന് പറഞ്ഞ് അസൂയെ സ്നേഹത്തിന് വിളിച്ചു വിട്ടു. എന്ത് ചെയ്യുന്നറിയാതെ സ്നേഹം അവിടെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വഞ്ചി വന്നു. പെട്ടെന്ന് തന്നെ സ്നേഹത്തിനെ വിളിച്ചോണ്ട് പോയി. സ്നേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി കരയ്ക്ക് കൊണ്ട് ഇറക്കി. എന്നാൽ നന്ദി പറയാൻ വേണ്ടിയുള്ള സ്നേഹത്തിന് ഒരു വാക്കുപോലും കേൾക്കാണ്ട് ആ വഞ്ചിയെ കൊണ്ട് രക്ഷപ്പെടുത്തിയ ആ മനുഷ്യൻ അങ്ങ് കടന്നു പോവുകയാണ്. അപ്പോൾ പിന്നെ വന്ന് തട്ടിക്കൊണ്ട് തന്നെ ആദ്യം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ കൂട്ടുകാരനെ വിശ്വാസം എന്ന് ചോദിച്ചു സ്നേഹത്തോട്, എന്ത് പറ്റി എന്ന് സ്നേഹത്തോട് ചോദിച്ചപ്പോൾ സ്നേഹം ചോദിച്ചു, ആരാണ് അദ്ദേഹം? എന്നെ രക്ഷിച്ചുകൊണ്ട് വന്ന അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചു. അന്നേരം വിശ്വാസം പറഞ്ഞു, അതാണ് സമയം. കാരണം സമയത്തിന് മാത്രമേ സ്നേഹം എത്ര വിലപ്പെട്ടതാണെന്ന് അറിയുള്ളൂ. ഈ കഥ സന്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന 2 സമ്പാദ്യം, ഒന്ന് സ്നേഹവും 2 സമയവും. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മൊത്തം മാറ്റിവെച്ച് ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോയെ ലോകം പ്രവേശിച്ചൊരു വിശുദ്ധനാണ് മാർ തോമാശ്ലീഹ. നമ്മൾ ഈ വിശുദ്ധനെ പോലെ മാതൃകയാക്കുക, ഈശോയെ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാൻ നാം ശ്രമിക്കുക. നമുക്കറിയാം, നമ്മളെല്ലാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമുക്കൊരു വീഡിയോ കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. നമ്മളത് ചിന്തിക്കുക, എപ്പോഴെങ്കിലും നാം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം നമ്മുടെ ഈശോനെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ. അപ്പോൾ നാം ചിന്തിക്കേണ്ടതേ ഉള്ളൂ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ അല്പസമയം മാറ്റിവെക്കുക, ഈശോയെ മറ്റുള്ളവരെ നമുക്ക് പങ്കിട്ട് കൊടുക്കുക. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുഃഖാനത്തിന് നല്ല എല്ലാവരും തോമസ് അച്ഛനെയും PTA പ്രസിഡന്റ്, ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സ്, ഫ്രെഡിൻ ബ്രദറിനെ എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
ക്യാഷ് അവാർഡുമുണ്ട്. ക്യാഷ് അവാർഡ് അവരുടെ കഴിവ ക്യാഷ് അവാർഡ് മേച്ചേരി മത്തായി എലിക്കുട്ടി അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൊണ്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മേച്ചേരി ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിന്ന് കയറി വരാനായിട്ട് ആഗ്രഹിക്കുന്നു. മേച്ചേരിയിൽ മത്തായി എലിക്കുട്ടി മെമ്മോറിയൽ ക്യാഷ് അവാർഡാണ്. നമുക്ക് നന്നായിട്ട് കരമടിക്കാം. അതുപോലെ സഹായിക്കുന്നുണ്ട്. പള്ളി കല്യാണ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈ അവാർഡ് നമുക്ക് അനുവദിച്ചു തന്ന മേച്ചേരി ഫാമിലിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്ലസ് ടു ഉന്നത വിജയം നേടിയ 2 കുട്ടികളുണ്ട്. ഫുൾ എ പ്ലസ്. റോസ് കരുന്തോളില്, അന്ന സജി പുത്തമ്പരക്കില്. ഇവര് 2 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമന്റോ കൂടാതെ ക്യാഷ് പ്രൈസും. അവരുടെ ഫാമിലി അവരുടെ അതുപോലെ തന്നെ വിൻസെന്റ് പോളിന്റെ ക്യാഷ് അവാർഡ് കൊണ്ടു അതും ഈ കൂടത്തിൽ കൊടുക്കുകയാണ്. വിൻസെന്റ് പോൾ ഇപ്പോൾ പ്രസംഗം ക്ഷണിക്കുന്നു. അതുകൊണ്ട് റൂസിന്റെ റോസ് കരുന്തോളിന് വിൻസെന്റ് പോളിന്റെ ക്യാഷ് അവാർഡ്. റോസ് വിൻസെന്റ് പോളിന് സമ്മാനം എക്സാമിനെ കഴിയുമ്പോഴത്തേക്ക് 10ാം ക്ലാസ്സിന് ഫുൾ എ പ്ലസ്. എക്സാമിനെ കഴിയുമ്പോഴത്തേക്ക് വിൻസെന്റ് പോളിന്റെ വകയുള്ള ക്യാഷ് അവാർഡ്. എല്ലാ പൊതുപ്രവർത്തകരും 10ാം ക്ലാസ്സിന്റെ ഫുൾ എ പ്ലസ്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ സമ്മാനം അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുരിക്കാട്ടിൽ മത്തായി മെമ്മോറിയലാണ്. കുരിക്കാട്ടിൽ ഫാമിലിയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന വേദിയിലേക്ക്. ഈ ഉന്നത വേദികളെ എന്നെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്ത കുരിക്കാട്ടി ഫാമിലിക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് 2 സമ്മാന സ്പോൺസർഷിപ്പാണുള്ളത്. ചേതാട്ട് മത്തായി മറിയാമ്മ മെമ്മോറിയൽ സ്കോളർഷിപ്പ്. അതിന് അർഹതായ 2 കുടുംബങ്ങളാണ് വ്യക്തികൾ. ഷെറിൻ നെടിയകാലായി ഫാമിലി അവർ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അലീന ട്രീസ ചാട്ടിമലിയിൽ ആ കുടുംബത്തെയും ക്ഷണിക്കുന്നു. ചേതാട്ട് മത്തായി മറിയക്കുട്ടി ഫാമിലി നമുക്ക് തന്നിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. അതിൽ 1 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ആ ഫാമിലിയെ പ്രത്യേകം അനുമോദിക്കുന്നു. അതുപോലെ ഈ സ്കോളർഷിപ്പ് അർഹമായ 2 വ്യക്തികൾ ഒരുപാട് കരകളടിക്കാം. ഇന്നലെ പഠനത്തിലായിട്ട് പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന ഷെറിൻകരയില് ഇപ്പോൾ സന്ദർശനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഘടന എല്ലാ പ്രവർത്തനങ്ങളും പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലീന ട്രീസ ചാണ്ടിമലിയിൽ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഈ സ്പോൺസർ സ്പോൺസർ ചെയ്ത ചേതാട്ട് ഫാമിലി അനുസ്മരിക്കുന്നു. ഇനിയുള്ളത് ഉന്നത
വിജയം നേടിയത് പ്ലസ് ടുവിന് പേര് വിളിക്കുന്നവർ പെട്ടെന്ന് വേദിയിൽ വരിക. ആൽബിൻ ചേർന്നാട്ട് പ്ലസ് ടു ഉന്നത വിജയം നേടി ആൽബിൻ ചേർന്നാട്ട്. ഷാരോൺ കളിയുന്നത് ഷെറിൻ നേടിയകാരായി പൂജ റോസ് പുലിയുറപ്പിൽ, അനില ട്രിസ ചാട്ടിക്കൊല്ലി, ആൻസലില ഫിലോ മുതലെന്നികൾ ഈ കുട്ടികളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷാരോൺ കളിയുന്നത് ഷെറിൻ നേടിയകാരായി പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ കുട്ടികളാണ് ഇപ്പൊ അനുവദിക്കുന്നത് ഇടവകയുടെ പേരിൽ. പൂജ പുലിയുറപ്പിൽ, അനില ട്രിസ, ആൻസല ഫിലോ മുതലെന്നികൾ ഇടവകയുടെ പ്രത്യേകമായ അനുമോദനയും മൗല്യം നൽകി നമ്മളിവിടെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നു. ലോകാധ്യക്ഷൻ ജിനു അച്ഛ, തോമസ് മൽവട്ട അച്ഛ, മാസ്റ്റർ ബിസാവ, സ്കൂൾ ലീഡർ, ബഹുമാന സിസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ അധ്യാപകര്, മാതാപിതാക്കളെ, ദേവനികളെ, ഇന്നത്തെ ദിവസം ദുഃഖമായ തിരുനാളിന്റെ ഓർമ്മകൾ ആചരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ദുഃഖമായ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൃത്യമായി നേരുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുവാണ്. ആദ്യമായി ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ വികാരി അച്ഛനും നമുക്കേറെ പ്രിയപ്പെട്ട ജിനു അച്ഛന് ഈ യോഗത്തിന്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഏറെ സുപരിചിതനായ മുൻ മേഖലാ വികാരിയും നമ്മുടെ തൊട്ടടുത്ത ഇടവക്കാരനുമായ തോമസ് മൽവട്ട അച്ഛൻ ഏറെ തിരക്കുകൾക്കിടയിലും നമുക്ക് വരുവാനും നമ്മളൊത്ത് കുറച്ച് സമയമായിരിക്കാനും നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്തു. അച്ഛൻ പ്രത്യാശ പോലെ വരുന്ന ആളുകളിൽ ഡെപ്പോ ഇടവകയിൽ നിന്നും സെമിനാരിയിലേക്ക് വിദ്യാർത്ഥികളെ കെട്ടിട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്ത മേൽവട്ട അച്ഛന് ഏറെ സ്നേഹത്തോടെ ഡെപ്പോ യുവ സമൂഹത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമതയോടെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ബിൽസാറാണ്. ബിൽസാറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഇന്നത്തെ പ്രോഗ്രാം വിജയമാക്കുന്നതിന് പ്രവർത്തിക്കുന്ന ബഹുമാന സിസ്റ്റേഴ്സ്, അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകർ, ഇവർക്ക് യോഗത്തിന് പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബ്രദറാണ്. ബ്രദറിന് യുവ സമൂഹത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സ്കൂൾ ലീഡർ ജെയ്വിൻ ആണ്. ജെയ്വിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ച് ജെയ്വിനും യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം കാണുന്നതിനെത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങൾ
ഇടയ്ക്ക് കാണത്തില്ലേ